മിനി ബ്ലാസ്റ്റേഴ്സ് എന്നായിരുന്നു പലരും ഈസ്റ്റ് ബംഗാളിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ ഒരുപാട് കൗതുകങ്ങളുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, ഒരു നൂറ്റാണ്ട് മുമ്പേ ഇന്ത്യൻ ഫുട്ബോളിൽ കൃത്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയ ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോകുന്ന താരങ്ങളുടെ ഗേഹമായിട്ട് ഈസ്റ്റ് ബംഗാൾ മാറുകയും പിന്നീട് അവർ കഴിഞ്ഞ സീസണിൽ ISL ചാമ്പ്യന്മാരാവുകയൊക്കെ ചെയ്തു. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ, ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മുംബൈയിലേക്ക് പോയി, പിന്നെ പല കൈവഴികളിലൂടെ ഈസ്റ്റ് ബംഗാളിൽ എത്തിയ താരമാണ് റാക്കിപ്പ്. കഴിഞ്ഞ സീസണിൽ ഇന്റർകാഷിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ പരിക്കേറ്റ് അദ്ദേഹത്തിന് ഒരു സർജറി വേണ്ടി വന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ആ ഒരു സർജറി വേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം റീഹാബിലിറ്റേഷനിലാണ്. അതുകൊണ്ട് റൈറ്റ് ബാക്കിന് വേണ്ടിയിട്ട് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു താരം പോകുമോ എന്നാണ് അറിയുന്നത്. പിന്നെ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് താരമാണ് പൃഥ്വി സിംഗ് ഗില്ല്. ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയ ഗില്ല് ഈസ്റ്റ് ബംഗാളിനോടൊപ്പം 2 വർഷത്തെ കൂടി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥലങ്ങളിൽ അപ്ഡേറ്റ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അറിയിക്കാമെന്നതാണ്. ഒന്ന്, റാക്കിബിന്റെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റീഹാബിലിറ്റേഷൻ പീരീഡിൽ കുറച്ച് നാൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു റൈറ്റ് ബാക്കിനെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയ താരമായിട്ടുള്ള ഗില്ല് 2 വർഷത്തെ കൂടി അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു.